അമേരിക്കയുടെ GDP ഗ്രോത്ത് ഡാറ്റ മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ മോശമാവുകയും അമേരിക്കൻ ടെക് കമ്പനികൾ ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ മോശം പെർഫോമൻസ് കാഴ്ചവെച്ചതിൻ്റെയും പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം അമേരിക്കൻ ഇൻഡെക്സുകൾ നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. ബാങ്ക് ഓഫ് ജപ്പാന്റെ പോളിസി ഡിസിഷൻ കൂടി വരുന്ന സ്ഥിതിക്ക് ഏഷ്യൻ മാർക്കറ്റിൽ വീക്ക്നെസ് പ്രകടമാണ്. ജപ്പാന്റെ ഇൻഡെക്സ് 0.68ഉം കൊറിയൻ ഇൻഡെക്സ് 1.3% ഇടിഞ്ഞ് ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റും ഡൗൺ സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. നിഫ്റ്റി 126 പോയിന്റ് ഇടിയുകയും സെൻസെക്സ് 0.53% ഇടിയുകയും ചെയ്തു. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് 1.19 ലക്ഷം കോടി രൂപയുടെ സെല്ലിംഗ് ആണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ നടത്തിയത്. FISന്റെ സെല്ലിംഗ് തുടർച്ചയായി കുറഞ്ഞു വരുന്നത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസം 4613 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 4518 കോടി രൂപയുടെ ബൈയിങ് നടത്തി. FISന്റെയും DISന്റെയും ആക്ടിവിറ്റി കമ്പൈൻ ചെയ്താൽ 1.19 ലക്ഷം കോടി രൂപയുടെ സെല്ലിംഗ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ കാണാൻ സാധിച്ചു. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ബയോകോണിൻ്റെ റവന്യൂ 3.6% വർദ്ധിച്ച് 3462 കോടിയിൽ നിന്നും 3590 കോടിയിലേക്ക് ഉയർന്നു. ഏകദേശം 3623 കോടി രൂപയുടെ റവന്യൂ ആണ് ബയോകോണിൽ നിന്നും പ്രതീക്ഷിച്ചത്. അതേസമയം കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 84% ഇടിഞ്ഞ് 172 കോടിയിൽ നിന്നും 27 കോടിയിലേക്ക് എത്തി. 24 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് മാർക്കറ്റ് പ്രതീക്ഷിച്ചു. എബിറ്റ മാർജിൻ 21.4% നിന്നും 19.1% ഇടിയുകയും എബിറ്റ 7.5% ഇടിഞ്ഞ് 742 കോടിയിൽ നിന്നും 686 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ഇൻ ടേംസ് ഓഫ് പ്രോഫിറ്റ്, ഇൻ ടേംസ് ഓഫ് എബിറ്റ, ഇൻ ടേംസ് ഓഫ് റവന്യൂ കമ്പനി മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്തു. L&Tയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 6%, റവന്യൂ 20% ഉയർന്നു. പ്രോഫിറ്റ് 3885 കോടിയിൽ നിന്നും 4113 കോടിയിലേക്ക് ഉയർന്നു. 3200 കോടി രൂപയുടെ പ്രോഫിറ്റാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. റവന്യൂ 51,024 കോടിയിൽ നിന്നും 61,584 കോടിയിലേക്ക് ഉയർന്നു. 57,622 കോടി രൂപയുടെ റവന്യൂ മാർക്കറ്റ് പ്രതീക്ഷിച്ചു. എബിറ്റ 12.9% വർദ്ധിച്ച് 5,633 കോടിയിൽ നിന്നും 6,362 കോടിയിലേക്ക് ഉയരുകയും എബിറ്റ മാർജിൻ 11.0 നിന്നും 10.3% ഇടിയുകയും ചെയ്തു. ടാറ്റ പവറിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 7% വർദ്ധിച്ച് 1017 കോടിയിൽ നിന്നും 1093 കോടിയിലേക്ക് എത്തി. കമ്പനിയുടെ റവന്യൂ 0.26% ഇടിഞ്ഞ് 15,738 കോടിയിൽ നിന്നും 15,698 കോടിയിലേക്ക് എത്തി. കമ്പനിയുടെ എബിറ്റ 21% വർദ്ധിച്ച് 3091 കോടിയിൽ നിന്നും 3746 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 19.6% നിന്നും 23.8% ഇംപ്രൂവ് ആവുകയും ചെയ്തു. TCIയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 30%, റവന്യൂ 2.5% ഇടിഞ്ഞു. എബിറ്റ 15.7 നിന്നും 11.9% ഇടിയുകയും എബിറ്റ മാർജിൻ 50 കോടിയിൽ നിന്നും 37 കോടിയിലേക്ക് ഇടിയുകയും ചെയ്തു. DCM ശ്രീരാമിൻ്റെ റവന്യൂ 9% വർദ്ധിച്ച് 2695 കോടിയിൽ നിന്നും 2940 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. എബിറ്റ 62% വർദ്ധിച്ച് 101 കോടിയിൽ നിന്നും 164 കോടിയിലേക്ക് എത്തി. എബിറ്റ മാർജിൻ 3% നിന്നും 5.5% ഉയരുകയും നെറ്റ് പ്രോഫിറ്റ് 32 കോടിയിൽ നിന്നും 63 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. ഓട്ടോമോട്ടീവ് ആക്സിൽസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 20% ഇടിഞ്ഞ് 45 കോടിയിൽ നിന്ന് 36 കോടിയിലേക്ക് എത്തി. കമ്പനിയുടെ റവന്യൂ 15% ഇടിഞ്ഞ് 584 കോടിയിൽ നിന്നും 495 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 20%, എബിറ്റ മാർജിൻ 11.2 നിന്ന് 10.4 ഇടിയുകയും ചെയ്തു. പ്രുഡൻറ്റ് കോർപ്പറേറ്റ് അഡ്വൈസറി സർവീസിൻ്റെ നെറ്റ് ഇൻകം 53% ഉയരുകയും നെറ്റ് പ്രോഫിറ്റ് 72% ഇംപ്രൂവ് ആവുകയും ചെയ്തു. മികച്ച ക്വാർട്ടർലി റിസൾട്ടാണ് പ്രുഡൻറ്റ് കോർപ്പറേറ്റ് അഡ്വൈസറി സർവീസ് കാഴ്ചവെച്ചിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് 24 കോടിയിൽ നിന്ന് 42 കോടിയിലേക്ക് ഉയർന്നപ്പോൾ റവന്യൂ 167 കോടിയിൽ നിന്നും 258 കോടിയിലേക്ക് മെച്ചപ്പെട്ടു. ഇലക്ട്രോ സ്റ്റീൽ കാസ്റ്റിംഗിൻ്റെ റവന്യൂ 4.75% ഇടിയുകയും പ്രോഫിറ്റ് 11.4% ഇടിയുകയും ചെയ്തു.
മോശം ക്വാർട്ടർലി റിസൾട്ടാണ് ഇലക്ട്രോ സ്റ്റീൽ കാസ്റ്റിങ്ങിൻ്റേത്. 284 കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് 155 കോടി രൂപയുടെ പ്രോഫിറ്റാണ് നേടിയത്. പ്രോഫിറ്റ് കഴിഞ്ഞ വർഷത്തേക്കാളും 175 കോടിയിൽ നിന്ന് 155 കോടിയിലേക്ക് ഇടിയുകയും ചെയ്തു. 1882 കോടി രൂപയുടെ റവന്യൂ പ്രതീക്ഷിച്ചെടുത്ത് 1828 കോടി രൂപയുടെ റവന്യൂ നേടി. കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 1919 നിന്നും റവന്യൂ 1828 ഇടിഞ്ഞു. എബിറ്റ മാർജിൻ 10% ഇടിയുകയും എബിറ്റ മാർജിൻ 15.5 നിന്ന് 14.6 കോൺട്രാക്റ്റ് ആവുകയും ചെയ്തു. ഇനി മറ്റു ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കിടക്കാം. RVNL എന്ന കമ്പനിക്ക് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയിൽ നിന്നും 284 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അദാനി ഗ്രീൻ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ബോർഡുമായി ചേർന്ന് 5 ഗിഗാവാട്ട് സോളാർ പവറിൻ്റെ പവർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചു. സൊനാറ്റ സോഫ്റ്റ്വെയർ എന്ന കമ്പനി ഫോർച്യൂൺ 50 അമേരിക്കൻ മൾട്ടിനാഷണൽ ടെക്നോളജി കമ്പനിയുമായി ചേർന്ന് റീറ്റെയിൽ ഓപ്പറേഷനിൽ ഒരു ഡീലിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡസ് വെൽനെസ് എന്ന കമ്പനി നാച്ചുറൽ എന്ന കമ്പനിയുടെ 100%ഓളം സ്റ്റേക്കുകൾ 390 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. ജൂപ്പിറ്റർ വാഗൺ എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ ജൂപ്പിറ്റർ ഇലക്ട്രിക് മൊബിലിറ്റി എന്ന കമ്പനി ഇലക്ട്രിക് ട്രക്ക് ബാറ്ററി ഡിവിഷൻ്റെ 90%ഓളം സ്റ്റേക്കുകൾ അക്വയർ ചെയ്തു. കൂടാതെ ആൾ കാർഗോ ടെർമിനൽസ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. ആൾ കാർഗോ ടെർമിനൽ എന്ന കമ്പനി ആക്സിസ് ട്രസ്റ്റി സർവീസുമായി ചേർന്ന് ആക്സിസ് ട്രസ്റ്റി സർവീസ്, അസീം ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് എന്നീ കമ്പനികളുമായി ചേർന്ന് ലോങ് ടൈം പാക്കിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ടാറ്റ പവറിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പോയിൻ്റ് ഓഫ് വ്യൂ ഇന്ന് ടാറ്റ പവർ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. കൂടാതെ ടാറ്റ പവറിൻ്റെ ട്രോംബയിലെ പ്ലാന്റിൽ നടന്ന ഫയർ ഇൻസിഡൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനി 221 കോടി രൂപയുടെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ടുണ്ട്. അതിൽ 50 കോടി രൂപയുടെ ഇൻഷുറൻസ് അഡ്വാൻസ് കമ്പനിക്ക് ലഭിക്കുകയും ചെയ്തു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ദിവസം ടാറ്റ പവർ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്